എൻ്റെ കൂടെയുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. PM അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തളിക്കുളം ഇസ്ലാമിക കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. തളി തഖ്വ ജുമാ മസ്ജിദിലെ ഖത്തീബാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകൻ കൂടിയാണ്. എന്നാലും ഇപ്പോൾ ഒരു വലിയ വിവാദം അതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കത്തിപ്പറന്നുകൊണ്ടിരിക്കുക. ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുനവർ അലി ശിഹാബ് തങ്ങളുടെ 16 വയസ്സുള്ള മകൾ, ഈ കുട്ടി ഒരു കഴിഞ്ഞ ദിവസം ഒരു ചാനലുമായി ബന്ധപ്പെട്ട് ചാനൽ നടത്തിയ ഒരു പരിപാടിയിൽ ഈ കുട്ടി പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിവാദം ഉയർന്നു വരുന്നത്. ഫാത്തിമ നർഗീസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്നാൽ ഈ കുട്ടി പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറണം. അപ്പം നമുക്കറിയാം ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് സുന്നികളാണ്. ആ രീതിയിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു പോരുന്ന ആളുകളാണ്. അപ്പം ഇവിടെ ചാനലിൽ ഒരാൾ ചോദിച്ചു കുട്ടിയോട് ഈ പരിപാടിക്കിടയിൽ, ഇപ്പം ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി അവർ പള്ളിയിലാണ് താമസിച്ചിരുന്നത്. മക്കത്ത് പള്ളിയിൽ സ്ത്രീകൾക്ക് കയറുന്നത് കൊണ്ട് പ്രശ്നമില്ല, സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നത് കൊണ്ട് എവിടെയും പ്രശ്നങ്ങളില്ല, പക്ഷെ ഇവിടെ മാത്രം ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചപ്പോൾ അതൊക്കെ ചില ആളുകൾ ഉണ്ടാക്കി തീർത്ത നിയമങ്ങളാണ്, അത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല, അതൊക്കെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, എന്തായാലും ഒരു മാറ്റം വരട്ടെ എന്നാണ് ഈ കുട്ടി പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഈ കുട്ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പലരും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അത് ആ കുട്ടിയെ വളർത്തിയതിന്റെ പ്രശ്നമാണ്, വളർത്തുദോഷമാണ് എന്ന് പറയുന്നുണ്ട്. തങ്ങളിത് തിരുത്തിയിട്ടുണ്ട് കേട്ടോ. FB തങ്ങൾ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ മകൾക്ക് 16 വയസ്സായിട്ടുള്ളൂ, അറിയാതെ പറഞ്ഞു പോയതാണ്, ഈ വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ മാത്രമുള്ളൊരു ദീനീപരമായിട്ടുള്ള അറിവ് ആ കുട്ടിക്കില്ല, അതുകൊണ്ട് കുട്ടി പറഞ്ഞു പോയതാണ് എന്നാണ് തങ്ങൾ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയേക്കണം. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുന്നു എന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ത്രീകള് പള്ളിയിൽ വരുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു പ്രവർത്തകനാണ് താങ്കൾ. അത്തരം ഒരു പള്ളിയിലെ ഖത്തീബുമാണ്, അങ്ങനെ ജുമാക്ക് സ്ത്രീകളൊക്കെ വരുന്ന പള്ളിയിലെ ഒരു ഖത്തീബുമാണ്. ഈ കുട്ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഇന്നത്തെ കേരള സമൂഹം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വന്നിട്ടുള്ളത്. ആ കുട്ടി 16 വയസ്സായിട്ടുള്ളൂ എങ്കിലും ആ കുട്ടി ഒരു നല്ല പക്വതയും പാകതയുമാണ് കുട്ടി കാണിച്ചിട്ടുള്ളത്, സംസാരത്തിലും അതുപോലെ തന്നെ തൻ്റെ വാക്കുകളിലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദായത്തോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, മൊത്തം ലോകത്തോട് തന്നെ വേണം ഈ പറയാം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസിമാരെ പള്ളികളെ തൊട്ട് തടയരുത് കേട്ടോ. ഇത് ഹബീബായ റസൂലിൻ്റെ വാക്കാണ്. അപ്പോൾ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ അത് കൃത്യമായി കാണിച്ചു കൊടുത്തതാണ്. സ്ത്രീകൾ പള്ളിയിൽ വന്ന് പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച എത്രയോ ഹദീസുകൾ കാണാൻ സാധിക്കും. ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് ഇമാമിന് ശേഷം പുരുഷന്മാരാണ്, പിന്നെ നിൽക്കേണ്ടത് കുട്ടികളാണ്, അതിനുശേഷമാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും, ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും അത് കാണാം. തന്നെയുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾ പുറകിൽ ഉള്ളത് കൊണ്ട് തന്നെ സലാം വീട്ടിക്കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലാണ്. ഇന്ന് വലതു ഭാഗത്ത് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീകളുണ്ട്, അവരൊക്കെ പോകണം, അവരൊക്കെ പോയതിന് ശേഷം മാത്രമേ പുരുഷന്മാർ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ആ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഈ സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് രണ്ടാമത് തിരിഞ്ഞിരിക്കരുത്, നേരെ അവർക്ക് അഭിമുഖമായിട്ട് ഇരിക്കരുത്. ഇതൊക്കെ ഹദീസുകൾ എല്ലാവർക്കും, എല്ലാ പണ്ഡിതന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഖുലഫാ റാഷിദുകളുടെ കാലത്ത് സ്ത്രീകൾ യഥേഷ്ടം പള്ളിയിൽ വന്ന്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹർ കുറക്കുന്നതിനെ കുറിച്ച്, മഹർ വല്ലാതെ കൂടിപ്പോയപ്പോൾ അത് കുറക്കാൻ വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു വനിത, അതിൽ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഒരു സഹാബി വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ,
ഞങ്ങളുടെ മഹർ കുറക്കാൻ അള്ളാഹുവും പ്രവാചകനും ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന മഹർ കുറക്കാൻ താങ്കൾക്കാരാണ് അവകാശം നൽകിയത്? ആ ചോദ്യത്തിന് ഉമർ ഖത്താബ് അത് നിങ്ങൾക്ക് അനുവദിച്ച സംഗതി നിങ്ങൾക്കുള്ളതാണ്, അത് കുറക്കുവാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ മഹർ കുറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് കൊടുത്ത സ്വാതന്ത്ര്യം, സ്ത്രീക്ക് കൊടുത്ത അവകാശം, ആ അവകാശം ഖുതുബയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിലുള്ള പള്ളിയിലുള്ള ഒരു വനിത എഴുന്നേറ്റ് എന്നുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. ഒക്കെ ചരിത്രത്തിലും താരീഖിലും ഹദീസുകളിലൊക്കെ തന്നെ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും മോശക്കാരാണോ? നമ്മുടെ സമൂഹം നമ്മുടെ സമുദായം മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ? സ്ത്രീകൾ പറഞ്ഞാൽ എന്താ, വല്ല പട്ടികളെ പോലെ അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള സംഭവമാണോ? അവരെവിടേക്കും കയറാൻ പാടില്ല, അവിടെ അയിത്തമാകും അല്ലെങ്കിൽ അവിടെ അശുദ്ധമാകും. ഇത് സ്ത്രീകൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരും മനുഷ്യർ തന്നെയാണ്. അവർ മറ്റുള്ളവരെ പോലെ തന്നെ തുല്യ സ്വാതന്ത്ര്യമുള്ള, തുല്യ അധികാരമുള്ള അങ്ങനെ തന്നെ സ്ത്രീകളും. അപ്പൊ സ്ത്രീകൾ തന്നെ അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്കെതിരെ വല്ല സംഗതിയും ഇസ്ലാമിക വിരുദ്ധമായ വല്ല ശബ്ദവും ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന സംഗതിയാണ് ഉമർ ഖത്താബിന്റെ കാലത്തുണ്ടായി ഞാൻ പറഞ്ഞത്. അപ്പൊ സ്ത്രീകൾ തന്നെയാണ് രംഗത്ത് വരേണ്ടത്. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള അവസരം അള്ളാഹും പ്രവാചകനും അനുവദിച്ചു തന്നിട്ടുള്ളതാണ്, അത് ഞങ്ങൾ തന്നെയാണ് പോകേണ്ടത്. അത് ആരെങ്കിലും അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ടവരാണ് സ്ത്രീകൾ. അത് നമ്മുടെ നാട്ടിൽ, ഇതിപ്പോ ഈ കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ എല്ലാ രാജ്യങ്ങളിലും, ഇപ്പൊ ഞാൻ കുറെ രാജ്യങ്ങളിൽ പോയ ആളാണ്. എല്ലാ എവിടെ പോയാലും ശരി, അവിടെയൊക്കെ തന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ അനുവാദമുണ്ട്, അതിലുള്ള സൗകര്യവുമുണ്ട്. ആ സൗകര്യം ഉണ്ടാക്കൽ മറ്റുള്ളവരുടെ ബാധ്യതയാണ് പള്ളി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സ്ത്രീകൾ അവർ മുൻപന്തിയിൽ വരിക, പുരുഷന്മാരെ പോലെയുള്ള തുല്യ 50% വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളെ മനുഷ്യ സമൂഹത്തിലെ പകുതിയോളം വരുന്ന ആളുകളെ ഒന്നിനും പറ്റാത്തവരായി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ വളർച്ചയ്ക്ക്, ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയാണ്. തന്നെയുമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണ് പള്ളിയിൽ നിന്നും വരുന്നത് തടയുക എന്നുള്ളത്. അത് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞതാണ്. അല്ലയോ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും പെട്ടു. പിന്നെ വ്യാഖ്യാനിക്കുക എവിടെ ആണ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. വ്യാഖ്യാനമല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. എന്താ പെണ്ണുങ്ങൾ സത്യവിശ്വാസിയല്ലേ? ആണും പെണ്ണും പെടുകയില്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഈ യൗമുൽ ജുമാ ദിവസമുള്ള ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടണം. നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും, നിങ്ങളെല്ലാ ക്രയവിക്രയം, നിങ്ങളെല്ലാ പണിയോടച്ച് അവസാനിപ്പിക്കണം. ഉടനെ തന്നെ പള്ളിയിലേക്ക് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എല്ലാ ആളുകളും അതിനൊക്കെ തന്നെ അംഗീകരിക്കുന്നതും അതുപോലെ തന്നെ അതിനുള്ള തഫ്സീറുകളും ആ കാര്യങ്ങൾ പറഞ്ഞു ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ബാങ്ക് കേട്ട് ഒരുത്തൻ വീണ്ടും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയാണ് പള്ളി പോവാതെങ്കിൽ അത് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നുള്ളത് സ്ത്രീകളുടെ അവകാശമാണ്. അതിനെ തടയുക എന്നുള്ളത് ഇസ്ലാമിക വിരുദ്ധമാണ്. അത് തടയുക എന്നുള്ളത് ഖുർആൻ തടഞ്ഞിട്ടില്ല, പ്രവാചകൻ തടഞ്ഞിട്ടില്ല, ഖുലഫാഉർ റാഷിദീൻ തടഞ്ഞിട്ടില്ല. അതുപോലെ ശേഷം വന്ന ഇസ്ലാമിക ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ കാലത്ത് തടഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും തടഞ്ഞിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ അങ്ങനെ തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ പള്ളികളിൽ സ്ത്രീകൾ നമസ്കരിക്കാൻ വന്നിരുന്നു എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമസ്കരിക്കാൻ വന്നിരുന്നു, അതിന് സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ശേഷമുള്ള കുറച്ച് ആളുകൾ അതൊക്കെ വിലക്കി എല്ലാം അത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ സന്തോഷമുണ്ട്. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പറഞ്ഞിട്ട് നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്കിലും ചെയ്തല്ലോ, അൽഹംദുലില്ലാഹ്. ഒരു സംശയം. ഇപ്പൊ പ്രവാചകന്റെ കാലത്ത് തന്നെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഉത്തമം ഒരു വീടിന്റെ ഉള്ളാണ് അവർക്ക് ചെയ്തു കൊടുത്തൊരു ഒരു സൗകര്യമാണ് എന്നാണ് പറയുന്നത്, ഒരു കരുതലാണ് എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം അവർക്ക് വീട്ടിൽ ഒരുപാട് തിരക്കുകളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, കുട്ടികളെ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്തു കൊടുത്തത്. പള്ളിയിൽ വരുന്നതിനൊന്നും പറഞ്ഞിട്ടില്ല, സത്യമാണ്. പക്ഷെ അതേസമയം സ്ത്രീകൾ വരേണ്ടതില്ല, അതിനേക്കാൾ പ്രതിഫലം അവർക്ക് അവരുടെ വീടുകളിലാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ഉള്ളൊരു ഹദീസ് ഉള്ളത്. അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരപ്രകൃതിയും അവരുടെ വീട്ടിലുള്ള അവരുടെ മറ്റ് കുട്ടികളെയും മറ്റും പരിചരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് 5 നേരം പള്ളിയിൽ വരാൻ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഈ 5 നേരത്തെ നമസ്കാരം അവർക്ക് ഏറ്റവും ഉത്തമം, അതിന്റെ അർത്ഥം ജമാഅത്തായി നമസ്കരിക്കേണ്ടെന്നല്ല, ഉത്തമം അവരുടെ വീടുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ജുമായെ കുറിച്ച് പറഞ്ഞിട്ടില്ല.
ജുമയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം അവർക്ക് സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളും അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഉള്ളത് കൊണ്ട് അവർക്ക് പ്രയാസമായിരിക്കും 5 നേരം പള്ളി വന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവർക്ക് ഉത്തമം അവരുടെ വീടുകളിലാണ്. അത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അത് സാധാരണ നമസ്കാരം 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. യൗമുൽ ജുമയിലെ, കാരണം അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഏറ്റവും യുക്തിപരമായ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും പറഞ്ഞ യുക്തിപരമാണ്, അതുപോലെ തന്നെ പറഞ്ഞ യുക്തിഭദ്രമായ കാര്യമാണ്. ഓരോ ആഴ്ചകളിലും ഒരു വിശ്വാസിക്ക് അവന് ഉത്ബോധനം കിട്ടണം. ആ ഉത്ബോധനം അവനക്ക് അടുത്ത ആഴ്ച വരെ ഇസ്ലാമിക ശരീരയോടുകൂടി നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ അവന് പറ്റണം. ആ രൂപത്തിൽ എല്ലാ വിശ്വാസിക്കും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ഇമാമിന്റെ ഭാഗത്തു നിന്നും ഒരു ഉത്ബോധനം ലഭിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹുവും പ്രവാചകവും തീരുമാനിച്ചതാണ്. അത് ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നില്ലല്ലോ. ആ സംഗതി അവർ കേട്ടിരിക്കണം. എങ്കിലേ അവർക്ക് അവർ ജീവിതത്തിൽ മറ്റ് പല പൈശാചികമായ ഷെറുകൾ, പൈശാചികമായ മറ്റ് ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, വേണ്ടാത്തരങ്ങൾ ഇല്ലാതെയും കണ്ട് ഒരു ഇസ്ലാമിക മര്യാദയോടുകൂടി ഇസ്ലാമിക സംസ്കാരത്തോട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവും പ്രവാചകനും അവർക്ക്, അഥവാ എല്ലാ മുസ്ലിങ്ങൾക്കും ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്കൊക്കെ തന്നെ ആഴ്ചയിലൊരിക്കൽ അവരുടെ ഖതീബ്, അവരുടെ ഇമാം അവർക്ക് ഉത്ബോധനം കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ വെക്കുകയും അതനുസരിച്ച് ജുമാ ദിവസം അവർക്ക് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അവിടെ ആണ് പെണ്ണെന്നില്ല. അങ്ങനെ ആ പെണ്ണുങ്ങൾ ആരും ജുമാ ദിവസം പള്ളിക്ക് വരരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞുണ്ട് എന്ത് ഖൈറുൻ ലഹുന്ന ബുയൂത്തഹുന്ന ഖൈറുൻ ലഹുന്ന, അവരുടെ വീടുകളാണ് ഉത്തമം എന്ന് പറഞ്ഞത് ശരിയാണ്. അത് 5 നേരത്തെ നമസ്കാരം അതങ്ങനെ തന്നെ വേണ്ടത്. നമ്മൾ ആരും 5 നേരം നമസ്കരിക്കാൻ പള്ളി വേറെ നമ്മൾ പറഞ്ഞില്ല. യൗമുൽ ജുമയിൽ അവർക്ക് ഉപദേശങ്ങൾ കിട്ടേണ്ടതുണ്ട്, അവർക്ക് ഉത്ബോധനങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഹദീസ്, അതുപോലെ തന്നെ ഖുർആനും ഹദീസും അവർക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് എന്ത് യൗമുൽ ജുമ. അത് സ്ത്രീകൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പം മുനവർ അലി തങ്ങള് ഈ കുട്ടി പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ തിരുത്തിയിട്ടുണ്ട്. അത് 16 വയസ്സുള്ള കുട്ടിയാണ്. അദ്ദേഹം അത് തിരുത്തിയത് ജനങ്ങളെ പഠിച്ചിട്ടാണ്, അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. ആ കുട്ടിക്ക് അറിയുന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും. അദ്ദേഹം തിരുത്തിയത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പേടിച്ചിട്ടാണ്. ജനങ്ങൾ എന്ത് പറയും എന്ന് കുട്ടി അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതെ, മുനവർ അലി തങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട്. മുനവ്വർ തങ്ങൾക്കും അറിയാം, ഇവിടുത്തെ പഠിച്ച പണ്ഡിതന്മാർക്കും ഒക്കെ അറിയാം. പക്ഷേ അവർ മുമ്പ് മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു സംഗതിയെ തിരുത്തി പറയുവാനും അത് മാറ്റുവാനുമുള്ള പ്രയാസം കൊണ്ട് മാത്രം പറയാതിരിക്കുന്നതാണ് കീഴ്വഴക്കം. എല്ലാ പണ്ഡിതന്മാർക്കും ഇത് അറിയാം. അറിഞ്ഞുകൊണ്ട് ഈ പാവങ്ങളെ അത് പറഞ്ഞു കൊടുത്തിട്ട് അവരതിലേക്ക് വിളിക്കാതെ കൊണ്ടുവരാതെയും കണ്ട് ഇവിടെ ഒരു ഭാഗത്ത് അടച്ചുമൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം വെച്ചുകൊണ്ടിരിക്കും? സ്ത്രീകൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ കാര്യം വിരൽത്തുമ്പിലാണ്. ഏത് സംഗതിയും അവർക്ക് ഏത് ഇൻഫർമേഷൻ വേണോ, ഏത് അറിവ് വേണോ, അവരുടെ കയ്യിലുള്ള മൊബൈൽ നോക്കിയാൽ മതി, എല്ലാം അറിയാൻ പറ്റും. ഇസ്ലാമിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെ, സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് അവകാശങ്ങളാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്, അവർക്ക് എവിടൊക്കെ പോവാൻ പാടില്ല എന്ന് കൃത്യമായ കാര്യങ്ങൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിന്റെ മര്യാദകളും ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങളും അവർക്ക് ഈ പഠിക്കാൻ സാധിക്കും. അത് അവർ പഠിച്ചു വന്നൊരു കുട്ടിയാണ് ഈ പറഞ്ഞത്. എന്റെ മക്കള് പലപ്പോഴും എന്താണ് ചെയ്യല്, അവർ ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അടുത്ത് പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ അവർക്ക് അറിയാവുന്ന ഫിഖ് സുന്നുണ്ട്, ഒക്കെ എടുത്ത് നോക്കും, അതിൽ തഫ്സീർ എടുത്ത് നോക്കും. എന്നിട്ടും അവർക്ക് അറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുക. കാരണം എന്താ, നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയാം എടുത്ത് നോക്കുമെന്ന് പറയും. നോക്കുമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കട്ടായിട്ടാണ്, അവർ വായിക്കട്ടെ വെച്ചിട്ടാണ്. അപ്പൊ അവർ പഠിച്ച് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആണ്, ഇൻഫോർമേഷൻ കിട്ടുന്നവരാണ്, അറിവുള്ളവരാണ് മക്കൾ. അവർക്ക് സമയമുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും അവരെ ഇതിന്റെ ഒക്കെ തന്നെ മൂടി മറച്ചു വെച്ച് ഒന്നും അവരെ അറിയിക്കേണ്ട വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അവർക്കൊക്കെ അറിയാം, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.